മൈക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സൂപ്പർ സൺഡേ ആയിരുന്നു ഇന്നലെ. ടൈറ്റൻസിൻ്റെ ഒരു ആധിപത്യം കാണാൻ കഴിഞ്ഞു. പിന്നെ മുംബൈനെ തകർത്ത് RCB ജയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, IPL 2026 ആരാധകർക്ക് മറക്കാനാകാത്ത ഒരു ഞായറാഴ്ചയായിരിക്കും ഇന്നലെ കഴിഞ്ഞു പോയത്. മുംബൈ ഇന്ത്യൻസിൻ്റെ വലിയ തോൽവി, പിന്നെ ലക്നൗ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ കരുത്ത് തെളിയിച്ചു. 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്ന പ്രസീദ് കൃഷ്ണയുടെ തകർപ്പൻ സ്പെല്ലാണ് ലക്നൌവിനെ 164 റൺസിൽ തളച്ചിട്ടത്. മറുപടി ബാറ്റിങ്ങിലെ നായകൻ ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന് അനായാസമായിട്ടുള്ളൊരു വിജയമാണ് ഗുജറാത്തിനെ സമ്മാനിച്ചത്. അതായത് 8 പന്തുകൾ ബാക്കി നിൽക്കെ ടൈറ്റൻസ് ലക്ഷ്യം കണ്ടതോടെ പോയിന്റ് പട്ടികയിൽ അവർക്ക് നല്ലൊരു മുന്നേറ്റം തുടരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുംബൈ RCB മാച്ചിലോട്ട് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് പരാജയപ്പെടുത്തിയിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയവഴിയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ RCB മാച്ച് രാജസ്ഥാനോട് RCB തോറ്റിരുന്നു. അതുപോലെ മുംബൈയും രാജസ്ഥാനോട് തോറ്റിരുന്നു. രണ്ടിലും 2 ടീമിനും തോൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയാൻ നമ്മുടെ സൂര്യവംശിയാണ്. വെറും 36 പന്തിൽ 78 റൺസ് അടിച്ചു കൂട്ടിയ സാൾട്ടിൻ്റെയും ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെയും, അതായത് 20 പന്തിൽ 53 റൺസാണ് അടിച്ചു കൂട്ടിയത്. പിന്നെ വിരാട് കോഹ്ലിയുടെ ഒരു ക്ലാസിക്കൽ ബാറ്റിംഗ് ആണ് ഇന്നലെ കണ്ടത്. അപ്പോൾ ആളുടെ ഒരു അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ RCB 240 എന്ന പടുകൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. പക്ഷേ മുംബൈക്ക് ഇത് എന്ത് പറ്റി? 240 ചേസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കൊരു ജയിക്കണം എന്നുള്ളൊരു എനർജി ഇല്ലാത്ത പോലെ പലയിടത്തും തോന്നി. അതായത് അതിൽ കളിക്കുന്ന എല്ലാവരും അല്ല പറയുന്നത്, ചില ആൾക്കാർ മാത്രം ജയിക്കാൻ വേണ്ടി കളിക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു എന്താ പറയുക, ഒരു ഒത്തൊരുമില്ലാത്ത പോലെയൊക്കെ തോന്നിപ്പോവുക ആ ഒരു ടീം. മുംബൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും നാളും IPL കണ്ടവർക്ക് മനസ്സിലാവും, അവർ എന്തോരം തോറ്റാലും ലാസ്റ്റ് ടൈമിൽ മടങ്ങി വരാൻ കൽപ്പുള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീമിൻ്റെ ഒത്തൊരുമയാണ്. ഒരു എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഒത്തൊരുമിച്ച് കളിക്കുന്ന അവരുടെ ടീമിൻ്റെ പ്രത്യേകതയാണത്. പക്ഷേ ആ ഒരു ഒത്തൊരുമ ഇപ്പോൾ കാണുന്നില്ല. അതായത് ജയിക്കാനുള്ള ഒരു എഫേർട്ട് ആരും ഇടുന്നതായിട്ട് കാണുന്നില്ല. ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ വേണ്ടി കളിക്കുന്ന പോലെയൊക്കെ തോന്നിപ്പോവുക. അതായത് മുംബൈയുടെ മറുപടി ബാറ്റിങ്ങിനെ പിടിച്ചു നിർത്താനായിട്ട് കൃണാൽ പാണ്ഡ്യയുടെ മിന്നും ബോളിംഗ് ആണ് RCBക്ക് തുണയായിട്ടുണ്ടായിരുന്നത്. 26 റൺസ് വഴങ്ങി 1 വിക്കറ്റാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷെർഫൈൻ റുദർഫോർഡ് ആണ് മുംബൈയിൽ പൊരുതി നോക്കിയെങ്കിലും ബാംഗ്ലൂരിൻ്റെ ആധിപത്യം തകർക്കാനായിട്ട് ഇവന് കഴിഞ്ഞില്ല. ഒറ്റയ്ക്ക് ഒരു 1 മാൻ ഷോ ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്കോറല്ല അത്. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്താൽ മാത്രം തന്നെ 240 പോലെയുള്ള സ്കോറുകൾ നമുക്ക് ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിങ്, അതുപോലെ ആ ഒരു കുറച്ച് ആൾക്കാരുടെ പേരുകൾ എടുത്ത് പറയുന്നതിൽ മുങ്ങിപ്പോകുന്ന ഒരാളുണ്ട്, നമ്മുടെ RCBയുടെ ക്യാപ്റ്റനായ പട്ടിദാർ. അപ്പോൾ ആളെ പറ്റിയിട്ട് ഇന്നലെ കളിച്ച കളി, മിനിഞ്ഞാന്നത്തെ മാച്ചിൽ, അതായത് തൊട്ട് മുമ്പത്തെ രാജസ്ഥാനോടൊപ്പം കളിച്ച കളി ഒക്കെ ഗംഭീര കളിയാണ് ആൾ കളിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ ഒരു സാധാരണ ക്രിക്കറ്റ് സ്വപ്നത്തിൽ നിന്നാണ് ഈ പട്ടിദാറിൻ്റെ തുടക്കം. ഒരു ഫാസ്റ്റ് ബോളറായിട്ടാണ് ആളുടെ തുടക്കമായിരുന്നത്. പിന്നീട് ടീമിലൊരു സ്ഥാനം കിട്ടാനായിട്ട് ഓഫ് സ്പിന്നിലേക്കുള്ള ഒരു മാറ്റവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2014 ഇഞ്ചുറി വന്നപ്പോൾ കരിയർ തന്നെ തകർന്നു പോകാമായിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇയാൾക്ക്, അതായത് ഈ പട്ടിദാറിന്. പിന്നീട് ബാറ്റിങ്ങിലേക്ക് ഫോക്കസ് മാറ്റി. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പ്രകടനങ്ങൾക്കൊടുവിൽ 2021 റോയൽ ചലഞ്ച് ബാംഗ്ലൂർ ടീമിലേക്ക് ഇയാൾക്കൊരു അവസരം കിട്ടി. അതായത് പ്രാക്ടീസ് മാച്ചിൽ ഇംപ്രസ് ചെയ്തെങ്കിലും പ്രധാന മത്സരങ്ങളിൽ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 കളികൾ മാത്രമാണ് അവസരം ലഭിച്ചത്.
തൊട്ടടുത്ത സീസണിൽ അൺസോൾഡായി. പക്ഷേ ജീവിതം ചിലപ്പോൾ സ്ക്രിപ്റ്റ് മാറ്റും. ഒരു റീപ്ലേസ്മെൻറ്റ് കോള് വീണ്ടും RCBയിലേക്ക്. IPL 2022 എലിമിനേറ്ററാണ്. അവിടെ കഥ മുഴുവൻ മാറി. ആ രാത്രി ഒരു അൺക്യാപ്ഡ് പ്ലെയർ തൻ്റെ പേരിൽ IPL ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേ ഓഫ് സ്റ്റേജിൽ സെഞ്ചുറി അടിച്ചു. 30 വയസ്സിനടുത്ത് എത്തുമ്പോൾ നമ്മൾ പലരും ലൈഫ് സെറ്റിലാക്കാൻ നോക്കുന്ന സമയമാണ്. പക്ഷേ പട്ടിദാർ അപ്പോഴും തൻ്റെ ജീവിതം റെഡ് ഫൈൻ ചെയ്യുകയായിരുന്നു. 2023 ഇഞ്ചുറി കാരണം മുഴുവൻ സീസണും നഷ്ടമായിട്ടുണ്ടായിരുന്നു. 2024 തിരിച്ചെത്തുമ്പോൾ 395 റൺസാണ് അദ്ദേഹം അടിച്ചത്. 177 സ്ട്രൈക്ക് റേറ്റ്. 2025 RCB ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങി. അതായത് ഡുപ്ലസി ടീമിലില്ല. വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി ഏറ്റെടുക്കാനും താല്പര്യമില്ല. അപ്പോൾ ടീമിനൊരു പുതിയ നായകൻ വേണമായിരുന്നു. അവർ വിശ്വസിച്ചത് നമ്മുടെ പട്ടിദാറിലായിരുന്നു. ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ആദ്യ സീസണിൽ തന്നെ RCBയെ അവരുടെ ആദ്യ IPL കിരീടത്തിലേക്ക് നയിച്ച് മിന്നുന്ന ഒരു ക്യാപ്റ്റനായി മാറി. ഇന്ന് മുംബൈയുടെ മൈതാനത്ത് മുംബൈ ഇന്ത്യൻസിനെതിരെ തൻ്റെ അർദ്ധശതകം അതിവേഗത്തിൽ കുറുക്കുകയുണ്ടായി. ക്രിക്കറ്റിൽ ചിലർ ഫാസ്റ്റായിട്ട് സ്കോർ ചെയ്യും, ചിലർ മാച്ച് ഫിനിഷ് ചെയ്യും. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമാണ് ഗെയിമിൻ്റെ റിതം തന്നെ മാറ്റാൻ കഴിവുണ്ടാവും. ആ ഒരു വിഭാഗത്തിലേക്ക് തന്നെ ഇപ്പോൾ രജത് പട്ടിദാർ എത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഫിനിഷർ ആവാനും ഇദ്ദേഹത്തിന് കഴിയും എന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു ലെജൻഡായിട്ടുള്ള ഒരു ബോളറാണ് നമ്മുടെ ബുംറ, ജസ്പ്രീത് ബുംറ. ബുംറയ്ക്ക് എന്താണ് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. വിക്കറ്റില്ലാത്ത തുടർച്ചയായ 5ാമത്തെ കളിയായിരുന്നത്. ഫീൽഡ് ഔട്ടായോ എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലാണ് ബുംറയുടെ ഒരു പോക്ക്. ലാസ്റ്റ് 5 കളികളിലെ ബുംറയുടെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ പഞ്ചാബിനെതിരായിട്ട് 2025 4 ഓവറിൽ 40 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. ഇനി 2026 വരുമ്പോൾ KKRനെതിരായിരുന്നു തുടക്കം. അത് 4 ഓവറിൽ 35 റൺസ് വഴങ്ങി, വിക്കറ്റൊന്നുമില്ല. ഇനി ഡൽഹിക്കെതിരെ നോക്കുമ്പോൾ 4 ഓവറിൽ 21 റൺസ് വഴങ്ങി, വിക്കറ്റൊന്നുമില്ല. രാജസ്ഥാനെതിരെ നോക്കുമ്പോൾ 3 ഓവറിൽ 32 റൺസ് വഴങ്ങി, വിക്കറ്റൊന്നുമില്ല. ഇപ്പോൾ ഇന്നലത്തെ മാച്ച് നോക്കുമ്പോൾ RCBക്കെതിരെ 4 ഓവറിൽ 35 റൺസ് വഴങ്ങി, വിക്കറ്റൊന്നുമില്ല. ബുംറ ഫോമിലേക്ക് തിരികെ എത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ മുംബൈ കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഇപ്പോൾ ബുംറേനെ സൂര്യവംശി വരെ അടിച്ചു തൂക്കുന്നുണ്ട്. ഓരോ മാച്ച് കഴിയുമ്പോഴും ബുംറയുടെ ബോളിങ് വീക്കായി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടിലോട്ടാണ് ഇപ്പം നമ്മൾ കാണികൾക്ക് മനസ്സിലാക്കുന്നത്. പഴയ ഒരു ടെക്നിക്കൊന്നും കാര്യമായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഇന്നലെ സ്ലോട്ടിലൊരു യോർക്കർ ഇട്ടിട്ട് അത് ഈസി ആയിട്ട് ഡേവിഡ് സ്ട്രൈറ്റ് അടിച്ച് ബൗണ്ടറി ആക്കി. ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബോളറാണ് നമ്മുടെ ബുംറ. ഇപ്പോൾ വിക്കറ്റൊന്നും കിട്ടാത്തപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.